വ്യത്യസ്തമായ അത്ഭുതങ്ങൾ കാണാനും കേൾക്കാനും സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അടിക്കാൻ മറക്കല്ലേ. സ്വിച്ച് ഇട്ടാൽ ബൾബ് എത്തും. എന്നാൽ അതേ ബൾബിന്റെ വെളിച്ചം കൊണ്ട് ഇന്റർനെറ്റ് ലഭിച്ച സംഭവം ആയിരുന്നില്ലേ കൂട്ടുകാര്? നോക്കാറുണ്ട് AMK വണ്ടേഴ്സിലൂടെ. നമസ്തേ കൂട്ടുകാരെ, AMK വണ്ടേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അനു കൃഷ്ണൻ. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയാണ് വൈഫൈ. നാളെ ഉപയോഗിക്കാൻ പോകുന്ന സാങ്കേതിക വിദ്യയാണ് ലൈഫൈ. അപ്പൊ എന്താണ് ഈ ലൈഫൈ? ലൈറ്റ് ഫിഡിലിറ്റി. അപ്പോൾ ലൈറ്റ് ഫിഡിലിറ്റി എന്ന സാങ്കേതിക വിദ്യ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ലൈറ്റ് ഓൺ ആക്കിയിട്ട് ആ ലൈറ്റിന്റെ വെളിച്ചം കൊണ്ട് നമുക്ക് ഇന്റർനെറ്റ് ലഭിക്കുമെങ്കിൽ ആ ഒരു സാങ്കേതിക വിദ്യയാണ് ലൈഫൈ അല്ലെങ്കിൽ ലൈറ്റ് ഫിഡിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ്. അതായത് നിങ്ങളുടെ വീട്ടിൽ LED ബൾബ് ഉണ്ടാവും. അപ്പൊ LED ബൾബ് ഇങ്ങനെ ഓൺ ആക്കുക. ആ ഓൺ ആക്കിയിട്ട് നിങ്ങൾക്ക് മൊബൈലിൽ ഇന്റർനെറ്റ് ലഭിക്കുമെങ്കിൽ ആ ഒരു സാങ്കേതിക വിദ്യയാണ് ലൈഫൈ. അപ്പൊ ഇതിന്റെ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം. 2011 ഈ ഒരു സാങ്കേതിക വിദ്യയുടെ ഐഡിയ ലോകത്തിന് മുമ്പ് പ്രൊഫസർ ഹെറാൾഡ് ഹാസ് എന്ന വ്യക്തി കൊണ്ടുവരുന്നത്. അദ്ദേഹം യൂണിവേഴ്സിറ്റി ഓഫ് എഡിൻബർഗിലെ മൊബൈൽ കമ്മ്യൂണിക്കേഷൻസിന്റെ ഹെഡാണ്. അപ്പൊ അദ്ദേഹമാണ് ടെഡ്, അതായത് ടെക്നോളജി എന്റർടൈൻമെന്റ് ഡിസൈൻ എന്ന ഒരു ഗ്ലോബൽ ടോക്കിൽ ഈ ഒരു സാങ്കേതിക വിദ്യയുടെ ഐഡിയ ആദ്യമായിട്ട് ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആണ്. അതായത് ലൈറ്റ് ഉപയോഗിച്ചിട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക വിദ്യ. ഇനി ഇതിന്റെ വർക്കിംഗ് എങ്ങനെയാണ് നോക്കാം. അതായത് വൈഫൈ നമ്മൾ പറഞ്ഞിരുന്നു, അതായത് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വൈഫൈ വർക്ക് ചെയ്യുന്നത്. എന്നാൽ ലൈഫൈയിൽ ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ലൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ലൈറ്റ് ഓണും ഓഫും ആകുമ്പോൾ അവിടെ ഒരു ഫ്ലിക്കറിംഗ് ഉണ്ടാവുന്നു. അതായത് നമ്മൾ ഇവിടെ ഓണാക്കി പിന്നെ ഓഫ് ആക്കി, ഓണാക്കി ഓഫ് ആക്കി, അങ്ങനെ ഈ ഒരു ബ്ലിങ്കിങ് അല്ലെങ്കിൽ ഈ ഒരു ഫ്ലിക്കറിംഗ് കൊണ്ടാണ് നമ്മൾ ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പൊ അതാണ് ബേസിക് ആയിട്ട് ലൈഫൈന്റെ വർക്കിംഗ്. അപ്പൊ ഈ ഒരു ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഫ്ലിക്കർ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ അപ്പുറത്തെ സൈഡിൽ ഒരു ഡിറ്റക്ടർ ഉണ്ടാവും, ഒരു ഫോട്ടോ ഡയോഡ് ഉണ്ടാവും. അപ്പൊ അതാണ് ഇത് ഡിറ്റക്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ഡാറ്റ ട്രാൻസ്ഫർ ആവുന്നത്. ഇനി നമുക്ക് നോക്കാം ലൈഫൈന്റെ അഡ്വാൻറ്റേജസ് എന്താണ്. അതായത് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന വൈഫൈ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലൈഫൈന്റെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ അതിന്റെ സ്പീഡാണ്. അതായത് ലൈഫൈന്റെ മാക്സിമം സ്പീഡ് എന്ന് വെച്ചാൽ 100 Gbps ആണ്. എന്നാൽ വൈഫൈ നോക്കുമ്പോൾ വളരെ 1 Gbps നമുക്ക് ഇതുവരെ അച്ചീവ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 100 ഇരട്ടി സ്പീഡാണ് ലൈഫൈന് കിട്ടുന്നത്. രണ്ടാമത് വെച്ചാൽ സെക്യൂരിറ്റി ആൻഡ് പ്രൈവസി. ലൈഫൈ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കൂടുതൽ സെക്യൂർ ആണ്, നമ്മളെ പ്രൈവസി ആരും ഹാക്ക് ചെയ്യുന്നില്ല. എന്നാൽ വൈഫൈന്റെ കേസ് അങ്ങനെയല്ല. വൈഫൈയിൽ ഉപയോഗിക്കുന്ന റേഡിയോ തരംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ റേഡിയോ തരംഗങ്ങൾക്ക് ചുമരുകൾ കടന്നു പോകാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിൽ അപ്പുറത്തെ ചുമരിൽ നിന്ന് നിങ്ങൾ വൈഫൈ നെറ്റ്വർക്ക് ഹാക്ക് ചെയ്യാൻ പറ്റുന്നതേ ഇല്ല. എന്നാൽ ലൈഫൈന്റെ കേസിൽ നമ്മൾ ലൈറ്റ് ഓൺ ആക്കുമ്പോൾ ഒരു റൂമിൽ മാത്രമാണ് വെളിച്ചം ഒതുങ്ങി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാർക്ക് മാത്രമേ ലൈഫൈയില് നെറ്റ് കിട്ടുന്നുള്ളൂ. അതുകൊണ്ട് പുറത്തുനിന്ന് ആർക്കും ലൈഫൈന്റെ നെറ്റ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ആർക്കും ഹാക്ക് ചെയ്യാനും പറ്റുന്നില്ല. മൂന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഒരു ഡെൻസ് ആയിട്ടുള്ള എൻവയോൺമെന്റ് ഉണ്ടായാൽ പോലും, അതായത് കുറേ ആൾക്കാരിൽ ഒരു എൻവയോൺമെന്റ് ഉണ്ടായാൽ പോലും അവിടെ ലൈഫൈ ഉപയോഗിച്ച് നിങ്ങൾക്ക് സുഖകരമായിട്ട് നെറ്റ് കിട്ടുന്നതാണ്. എന്നാൽ വൈഫൈയിൽ ആ ഒരു കേസ് പോസിബിൾ അല്ല. എന്താണെന്ന് വെച്ചാൽ ഒരു 2 ആൾക്കാർ ഉണ്ടാവുന്ന സമയത്ത് തന്നെ വൈഫൈന്റെ ഇന്റർനെറ്റ് വളരെ സ്ലോ ആയിട്ട് വരുന്നത് നമുക്ക് സാധാരണ രീതിയിൽ നമുക്ക് കാണുന്നതാണ്. അതുകൊണ്ട് ലൈഫൈ ആണ് കുറച്ചുകൂടി ബെറ്റർ. ഇനി കുറച്ച് മിഥ്യാധാരണകളുണ്ട്. അതായത് ലൈഫൈ വരുമ്പോൾ ഇപ്പൊ നമ്മുടെ മനസ്സിൽ ഉണ്ടാവുന്ന കുറച്ച് മിഥ്യാധാരണകളുണ്ട്. അത് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. അപ്പോൾ ഒരു മിഥ്യാധാരണയാണ് ലൈഫൈ ഇരുട്ടിൽ വർക്ക് ചെയ്യില്ലാന്ന്. അത് ശരിക്കും തെറ്റാണ്. ലൈഫൈ വേണമെങ്കിൽ നമുക്ക് ലൈറ്റ് ഓൺ ആക്കണം. അത് 100% ഗ്യാരണ്ടീഡ് ആണ്. എന്നാൽ നമുക്ക് അതിന്റെ വെളിച്ചം മാക്സിമം കുറക്കാം. അതായത് ഇത്ര കുറച്ചിട്ട് നമുക്ക് അത് ഇരുട്ട് മാത്രമേ നമുക്ക് നോക്കാം. ആ ഒരു അവസ്ഥയിൽ നമുക്ക് എത്തിക്കാൻ പറ്റും. എന്നാൽ പോലും നമുക്ക് ലൈഫൈ അവിടെ ഇന്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി രണ്ടാമത് വെച്ചാൽ സൂര്യപ്രകാശത്തിൽ ലൈഫൈ വർക്ക് ചെയ്യില്ലാണ്. അത് ഒരു മിഥ്യാധാരണ ആണ്. പക്ഷെ മനസ്സിലാക്കുക, സൂര്യപ്രകാശത്തിൽ പോലും ലൈഫൈ വർക്ക് ചെയ്യും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞ പ്രകാരം ലൈഫൈന്റെ വർക്കിംഗ് ലൈറ്റ് ഓണും ഓഫ് ആവുന്ന ആ ഫ്ലിക്കറിംഗ് കൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് അവിടെ പ്രകാശമായിട്ട് അധികം ബാധിക്കുന്നില്ല. ഇനി മൂന്നാമത്തെ ഒരു മിഥ്യാധാരണയാണ് ലൈഫൈ വരുമ്പോൾ ഒരു പുതിയ സാങ്കേതിക വിദ്യയാണ്. അപ്പോൾ ഇത് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. സാധാരണ ആൾക്കാർക്ക് ഈ ടെക്നോളജി ഉപയോഗിക്കാൻ പറ്റില്ല. അത് ഒരു മിഥ്യാധാരണയാണ്. പക്ഷെ കൂട്ടുകാരെ ഇന്ന് മനസ്സിലാക്കുക, ഇന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് LED ബൾബ്. അപ്പൊ ഈ ഒരു LED ബൾബിൽ ചെറിയൊരു മാറ്റം വരുത്തിയാൽ തന്നെ നമുക്ക് അത് ലൈഫൈ ബൾബ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇത് വളരെ ചീപ്പ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്, വളരെ വില കുറഞ്ഞ ഒരു ടെക്നോളജി ആണെന്ന് മനസ്സിലാക്കുക. ഇനി വേറൊരു മിഥ്യാധാരണയാണ്, അതായത് ലൈഫൈന് വേണമെങ്കിൽ ലൈഫൈ ഈ ഒരു ടെക്നോളജിയിൽ നമ്മൾ വേറെ തന്നെ ബൾബ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ വേറെ തന്നെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള LED ബൾബ് ഉണ്ടാക്കണം. അതും ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്.
നമ്മുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഈ സാധാരണ LED ബൾബിൽ തന്നെ ചെറിയൊരു മാറ്റം വരുത്തിയാൽ നമുക്കിത് ലൈഫൈ ബൾബായിട്ട് ഉപയോഗിക്കാം. ഇനി വേറൊരു മിഥ്യാധാരണ എന്ന് വെച്ചാൽ ലൈഫൈ LED ബൾബിന്റെ ആയുസ് വളരെ കുറവാണ്. അതായത് ഇത് കുറച്ച് നാളെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കൂട്ടുകാരെ, നിങ്ങൾ 10 മണിക്കൂർ ഒരു ദിവസം ഉപയോഗിച്ചോളൂ, എന്നാൽ പോലും നിങ്ങൾക്ക് ഇത് ആവറേജ് 13.7 വർഷം വരെ ഉപയോഗിക്കാം എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ലൈഫ് സ്പാനെ കുറിച്ച് ഒരിക്കലും അറിയാവേണ്ട ആവശ്യമില്ല. ഇനി അടുത്തത് നമുക്ക് ഇതിന്റെ കുറച്ച് അപ്ലിക്കേഷൻസ് ഒന്ന് നോക്കാം. അപ്പൊ മേജർ 4 അപ്ലിക്കേഷൻസ് ആണ് ഇവിടെ ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, നമ്മൾ എല്ലാ ദിവസവും പത്രത്തിൽ കാണുന്നതാണ് അപകടങ്ങൾ, അല്ലെ? അപ്പൊ ഈ ലൈഫൈ വരുന്നതിലൂടെ ഈ അപകടങ്ങൾ നമുക്ക് അപ്രോക്സിമേറ്റ് 0 ആക്കാൻ പറ്റും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമുക്കറിയാം, ഓരോ വാഹനത്തിലും ലൈറ്റ് ഉണ്ട്, ഹെഡ് ലൈറ്റ് ഉണ്ട്. അതേമാതിരി ട്രാഫിക് സിസ്റ്റത്തിലും ലൈറ്റ് ഉണ്ട്. അപ്പൊ ഈ ഒരു സാങ്കേതിക വിദ്യ ഈ ലൈറ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ പരസ്പരം വണ്ടികൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ട്രാഫിക് ലൈറ്റ് ഹെഡ് ലൈറ്റുമായിട്ട്, വണ്ടികളെ ഹെഡ് ലൈറ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലൂടെ നമുക്ക് ആക്സിഡൻസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽസിൽ നമുക്ക് ലൈഫൈ കൊണ്ടുവരുന്നതിലൂടെ ഇന്ന് നമുക്ക് വൈഫൈ ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഹോസ്പിറ്റൽസിൽ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ പല തരത്തിലുള്ള ഡിവൈസസ്, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്ന പല തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ്, ഡിവൈസസ് ഈ റേഡിയോ തരംഗങ്ങളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതേ റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് വൈഫൈയും വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ വൈഫൈ പല സമയത്ത് ഹോസ്പിറ്റലിൽ അലൗഡ് അല്ല. ബട്ട് ലൈഫൈന്റെ കേസ് എന്താണ്? ലൈറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ ഈ റേഡിയോ തരംഗങ്ങളായിട്ട് അവിടെ ഇന്റർഫിയറൻസ് വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഈ ലൈഫൈ ഹോസ്പിറ്റൽസിൽ ഉപയോഗിക്കാൻ പറ്റും. മൂന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലൈറ്റിൽ പോകുമ്പോൾ നമുക്കറിയാം, സാധാരണ രീതിയിൽ എല്ലാവരും നമ്മളോട് എന്താണ് പറയല്, ഫ്ലൈറ്റ് മോഡിൽ മൊബൈൽ വെക്കൂ അല്ലെങ്കിൽ സ്വിച്ച് ഓഫ് ആക്കൂ, അല്ലെ? അതല്ല സാധാരണ രീതിയിൽ നമുക്ക് കാണുന്ന കാര്യം. അതെന്തുകൊണ്ട്? നമ്മൾ എയർപ്ലെയിൻ നമ്മൾ റേഡാർ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ റേഡാർ റേഡിയോ സിഗ്നൽസ് ആണ് ഉപയോഗിക്കുന്നത്. ബട്ട് ലൈഫൈ വരുന്നതിലൂടെ അവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ലൈറ്റ് ആണ്. അപ്പൊ ഈ ലൈറ്റ് ഒരിക്കലും റേഡിയോ തരംഗങ്ങളെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരു എയറോപ്ലെയിനിന് ഇഷ്ടം പോലെ ലൈറ്റിന്റെ സോഴ്സ് ഉണ്ട്. അപ്പൊ ഈ ലൈറ്റ് സോഴ്സ് നമുക്ക് ഇന്റർനെറ്റ് ആയിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് എയറോപ്ലെയിനിലും ഇന്റർനെറ്റ് കിട്ടും. അപ്പോൾ അതും അടിപൊളിയല്ലേ? നാലാമത്തെ ആപ്ലിക്കേഷൻ എന്ന് വെച്ചാൽ അണ്ടർ വാട്ടറിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. പലപ്പോഴും നമ്മൾ അണ്ടർ വാട്ടറിൽ ഉപയോഗിക്കുന്നത് വയർസ് ആണ്. വയർ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പലപ്പോഴും അണ്ടർ വാട്ടറിൽ നമ്മൾ സിഗ്നൽസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നത്. എന്നാൽ ലൈഫൈ ഉപയോഗിക്കുന്നതിലൂടെ നമുക്കറിയാം, ലൈറ്റിന് വെള്ളത്തിലൂടെ കടന്നു പോകാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നമുക്ക് അവിടെയും ലൈഫൈ ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ ഇതായിരുന്നു ലൈഫൈനെ കുറിച്ച് മേജർ അഡ്വാൻറ്റേജസ്, അപ്ലിക്കേഷൻസ്, കുറച്ച് മിഥ്യാധാരണകൾ നമ്മൾ ദൂരീകരിച്ചു എന്ന് വിചാരിക്കുന്നു. ലൈഫൈനെ കുറിച്ച് കുറച്ച് അറിവ് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ലൈഫൈ നമ്മൾ ഭാവിയിൽ ഉപയോഗിക്കാൻ പോകുന്നത്, ഭാവി അല്ല 2022 ഇത് സാധാരണ ജനങ്ങൾക്ക് കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ബട്ട് നിങ്ങളുടെ കമന്റ് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ താഴെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ചൊവ്വാഴ്ച നമ്മൾ ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ടിൽ ദെൻ, സീ യു, ഗുഡ് ബൈ.